Questions from conduction of heat. First one. A and B are two rods of the same material and of same volume. They have lengths in the ratio 1:3. Then the ratio of the rates at which heat is conducted at the same temperature difference by the two are in the ratio A 3:1, B 1:3, C 9:1, D 1:9. റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് കണ്ടക്ട് ചെയ്ത ഹീറ്റ് എന്ന അർത്ഥം. രണ്ട് എൻസിൻ്റെ ടെമ്പറേച്ചർ T1 കെൽവിനും T2 കെൽവിനും, ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, K തെർമൽ കണ്ടക്ടിവിറ്റി. എങ്കിൽ റേറ്റ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് Q ഈക്വൽസ് K ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ബൈ L. ഇവിടെ T1 മൈനസ് T2 നമുക്ക് ഒഴിവാക്കാൻ കാരണം രണ്ട് റോഡിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ അതങ്ങ് വെട്ടിപ്പോവും. അപ്പോൾ അത് വെറുതെ എഴുതി സമയം കളയണ്ട. അപ്പോൾ നമുക്ക് ഇതങ്ങ് അവോയ്ഡ് ചെയ്യാം. സോ Q ഈക്വൽസ് K ഇൻറ്റു A ബൈ L. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എല്ലും കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ K AL ബൈ L സ്ക്വയർ. A ഇൻറ്റു L എന്ന് പറഞ്ഞാൽ വോളിയമാണ്. അപ്പോൾ Q ഈക്വൽസ് K V ബൈ L സ്ക്വയർ. രണ്ടിനും കെയും എയും വിയും സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കെ ഇസ് സെയിം, വോളിയം സെയിം ആണെന്ന് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ Q ഈക്വൽസ് 1/L സ്ക്വയർ എന്ന് കരുതാം. സോ QA കണ്ടക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് ഹീറ്റ് QA ഈക്വൽസ് 1/LA സ്ക്വയർ ആൻഡ് QB ഈക്വൽസ് 1/LB സ്ക്വയർ. സോ QA ബൈ QB ഈക്വൽസ് LB ബൈ LA ദി ഹോൾ സ്ക്വയർ. That is 3/1. കാരണം LA ബൈ LB ഈസ് 1:3. അപ്പോൾ LB ബൈ LA ഈസ് 3:1. So 3/1 square over 9, that is 9:1. The ratio is 9:1. That is choice is 3. C. Another one. Two blocks of same length and cross-sectional area are arranged alternately to build a wall as shown in the figure. Thermal conductivities of the blocks are K1 and K2. Then the thermal conductivity of the wall A K1 plus K2, B K1 minus K2, C K1 plus K2 by 2, D K1 K2 by K1 plus K2. K1 കണ്ടക്ടിവിറ്റി K2 കണ്ടക്ടിവിറ്റി ഉള്ള രണ്ട് ബ്ലോക്കുകൾ അത് ഓൾട്ടർനേറ്റായിട്ട് അറേഞ്ച് ചെയ്തൊരു വോൾ ഉണ്ടാക്കിയിരിക്കുക. ഒരു സൈഡിൻ്റെ ടെമ്പറേച്ചർ വോളിൻ്റെ T1, മറ്റേ സൈഡിൻ്റെ T2, ഈ ദൂരം L, ഈ തിക്നെസ് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, രണ്ടിൻ്റെയും സെയിമാണ്. ഇവിടെ ഏതെങ്കിലും രണ്ട് ബ്ലോക്ക് എടുക്കുക, അടുത്തടുത്തുള്ള രണ്ട് ബ്ലോക്കുകൾ. അപ്പോൾ ഈ രണ്ട് ബ്ലോക്കും കൂടെ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് ഇത് ഓരോന്നും കണ്ടക്ട് ചെയ്യുന്ന കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ K1, ഞാനിപ്പോൾ ഏരിയ A1 A2 എന്ന് എടുത്തിട്ട് ചെയ്യുന്നു. K1 A1 ഇൻറ്റു T1 മൈനസ് T2 ബൈ L. ഇത് ഫസ്റ്റ് ബ്ലോക്ക് കണ്ടക്ട് ചെയ്യുന്നത്. പ്ലസ് K2 A2 ഇൻറ്റു T1 മൈനസ് T2 ബൈ L. ഇത് സെക്കൻഡ് ബ്ലോക്ക് കണ്ടക്ട് ചെയ്യുന്നു. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ A1 പ്ലസ് A2 എന്ന് എടുക്കണം. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി K എന്നിരിക്കട്ടെ. എങ്കിൽ ഇത് രണ്ടും കൂടെ കണ്ടക്ട് ചെയ്യുന്ന ആ ഫോർമുല വെച്ച് K ഇൻറ്റു
A1 പ്ലസ് A2 ഇൻറ്റു T1 മൈനസ് T2 ബൈ L. ഇതിൽ ഇവിടുന്ന് കെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ K1 A1 പ്ലസ് K2 A2 ഈക്വൽസ് K ഇൻറ്റു A1 പ്ലസ് A2. ഇവിടുന്ന് കെ സോൾവ് ചെയ്യാം. അപ്പോൾ K ഈക്വൽസ് K1 A1 പ്ലസ് K2 A2 ബൈ A1 പ്ലസ് A2. ഇപ്പോൾ ഈ ചോദ്യത്തിൽ A1 A2 സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ A1 ഈക്വൽസ് A2 ഈക്വൽസ് A. ഇത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. K1A പ്ലസ് K2A ഈക്വൽസ് K ഇൻറ്റു A പ്ലസ് A, ഓർ K ഈക്വൽസ് K1 പ്ലസ് K2 ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വലൻ്റ് കണ്ടക്ടിവിറ്റി. ഇത് ആ ഫോർമുല ഓർത്തിരുന്നാൽ മതി. K1A1 പ്ലസ് K2 A2 ഈക്വൽസ് K ഇൻറ്റു A1 പ്ലസ് A2 എന്നങ്ങ് ഓർത്തിരുന്നാൽ മതി. അവിടെ നിന്ന് എടുപ്പം എയുടെ വാല്യൂ A1 A2 തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതിനകത്ത് കൊടുത്തിട്ട് ആൻസർ എഴുതാം. സോ ഹിയർ ദി ചോയ്സ് ഈസ് C, K1 പ്ലസ് K2 ബൈ 2. Another one. A wall consists of two adjoining panels made of different materials but of equal thickness. Thermal conductivities of the materials of the panels are K1 and K2. Then the thermal conductivity of the wall, A, K1 K2 by K1 plus K2. B, K1 plus K2. C, K1 plus K2 by 2. D, 2K1 K2 by K1 plus K2. ഇവിടെ രണ്ട് പാനൽസ് ജോയിൻ ചെയ്തൊരു വോൾ ഉണ്ടാക്കിയിരിക്കുക. രണ്ട് പാനലിൻ്റെയും തിക്നെസ് L. ഒരു സൈഡിലെ ടെമ്പറേച്ചർ T1, അതർ സൈഡിൽ T2. ഈ ജംഗ്ഷനിൽ കോമൺ സർഫസിലെ ടെമ്പറേച്ചർ T, K1 K2. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നിരിക്കട്ടെ. ഇവിടെ ഈ ബ്ലോക്കിൻ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ ഈ ബ്ലോക്കും പാനലും കണ്ടക്ട് ചെയ്യണം. അപ്പം ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ പാനൽ, ഫസ്റ്റ് പാനൽ മസ്റ്റ് ബി ഈക്വൽ ടു ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ ദി സെക്കൻഡ് പാനൽ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇക്വലൻ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇക്വലൻ്റ് വാല്യൂ K ആണെങ്കിൽ രണ്ടും കൂടെ കണ്ടക്ട് ചെയ്ത ഹീറ്റ് ഇത് തന്നെ ആയിരിക്കണം. അതിനനുസരിച്ച് ഫോർമുല എഴുതാം. അപ്പോൾ ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ ഫസ്റ്റ് പാനൽ ഈസ് K1A T1 മൈനസ് T1 മൈനസ് T. ഇതിൻ്റെ ഈ പാനലിൻ്റെ ഒരു എൻഡിലെ ടെമ്പറേച്ചർ T1 മറ്റേ സർഫസിലെ T1. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് വെക്കുമ്പോൾ T1 മൈനസ് T ബൈ L മസ്റ്റ് ബി ഈക്വൽ ടു K2 ഇൻറ്റു A ഇൻറ്റു T മൈനസ് T2 by L. This must be equal to, ഇത് രണ്ടിൻ്റെയും കൂടെ ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി K ആണെന്നെടുത്താൽ K ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ബൈ 2L. അപ്പം ലെങ്ത് 2L എന്ന് എടുക്കണം. ഇതിൽ ഫസ്റ്റും സെക്കൻഡും കൂടി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ we will get the common temperature at this, or the temperature at the common surface T as K1 T1 plus K2 T2 by K1 plus K2. ഇത് ഓർത്തിരിക്കണം. എങ്ങനെ വരുന്ന സന്ദർഭത്തിലെല്ലാം കോമൺ സർഫസിലെ ടെമ്പറേച്ചർ T ഈക്വൽസ് K1 T1 പ്ലസ് K2 T2 ബൈ K1 പ്ലസ് K2. ഇതെടുത്തിട്ട് ഇതിലേതെങ്കിലും ഒന്നിൽ ഇതും കൂടി ഇക്വേറ്റ് ചെയ്യാം, അല്ലെ ഇതും കൂടി ഇക്വേറ്റ് ചെയ്യാം, എന്നിട്ട് K കണ്ടുപിടിക്കാം. അതിൽ Tയുടെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റും T മൈനസ് K2 ഇൻറ്റു അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത്
എ എല്ലാം ക്യാൻസൽ ചെയ്യും പോയിട്ട് കെ ഇൻറ്റു ടി വൺ മൈനസ് ടി ടു ബൈ ടു എ ബൈ എൽ ക്യാൻസൽ ചെയ്യും എല്ലാ സൈഡിൽ നിന്ന്. അപ്പോൾ കെ ഇൻറ്റു ടി വൺ മൈനസ് ടി ടു ബൈ ടു ഈക്വൽസ് കെ ടു ഇൻറ്റു ടി മൈനസ് കെ ടു ടി ടു. കെ ടു ടി ടു മൈനസ് കെ വൺ ടി വൺ എന്നാണ് അല്ലേ? അല്ല, കെ വൺ ടി വൺ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കെ ടു ഇൻറ്റു ടി ടു മൈനസ് ടി വൺ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ടിയുടെ കോമൺ വാല്യൂ, കോമൺ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യു ക്യാൻ സോൾവ് ഫോർ കെ ലൈക്ക് ദിസ്. യു വിൽ ഗെറ്റ് കെ ആസ് 2k1 k2 by k1 plus k2. ഇതാണ് ആൻസർ. ഈ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ യുണീക്കാണ്. അപ്പോൾ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് പോകുന്ന നല്ലത്. എങ്കിലും കോമൺ ടെമ്പറേച്ചറിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കുക, പിന്നെ ചെയ്ത് പഠിച്ചു വെക്കുക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടി കണ്ടുപിടിച്ചിട്ട് ആ ടി എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കെ കണ്ടുപിടിക്കുക. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. അനദർ വൺ. 2 uniform rods of same length and equal cross section are joined end to end to form a single bar. One end is kept at theta degrees Celsius while the other end at 0 degrees Celsius. The thermal conductivity of one is twice that of the other. Temperature of the joint at the steady state of condition: A. Theta by 2, B. 2 theta by 3, C. Theta by 3, D. 3 theta by 4. ഇപ്പോൾ ഉപയോഗിച്ച റിസൾട്ട് തന്നെ ഉപയോഗിക്കേണ്ടത്. ഇതൊരു കോമ്പൗണ്ട് ബാറ്, K1 K2 ഈക്വൽ ലെങ്ത്, സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഒരു എൻഡിലെ ടെമ്പറേച്ചർ θ1ഉം അതർ എൻഡിലെ θ2ഉം, എങ്കിൽ ജോയിൻറ്റിലെ ടെമ്പറേച്ചർ θj എന്നിരിക്കട്ടെ. എങ്കിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഇക്വേറ്റ് ചെയ്യുക. അവിടുന്ന് കോമൺ ടെമ്പറേച്ചറിനുള്ള ഫോർമുല മുമ്പത്തെ ഉപയോഗിച്ചാൽ മതി. ഈ കണ്ടക്ഷനകത്ത് ടെമ്പറേച്ചർ കെൽവിനിൽ ഉപയോഗിക്കാം, ഡിഗ്രി സെൽഷ്യസിൽ ഉപയോഗിക്കാം, രണ്ടും സെയിം. കാരണം ഡിഫറൻസ് പറയുമ്പോൾ ഇവിടെ ഡിഫറൻസാണ് വരുന്നത്, ടെമ്പറേച്ചർ ഡിഫറൻസ്. അത് കെൽവിനായാലും സെൽഷ്യസിലായാലും ഡിഫറൻസ് സെയിമാണ്. കെൽവിനിൽ കുറയ്ക്കുന്നതും സെൻറ്റിഗ്രേഡിലാക്കിയിട്ട് കുറയ്ക്കുമ്പോഴും ഒക്കെ റിസൾട്ട് ഒന്നേ കിട്ടും. അപ്പോൾ അത് തീറ്റയോ ടിയോ ഒക്കെ ഉപയോഗിക്കാൻ മുമ്പേ കിട്ടിയതാണ്. കോമൺ ടെമ്പറേച്ചറോ അല്ലെ കോമൺ സർഫസിലെ ടെമ്പറേച്ചർ θj ഈക്വൽസ് മുമ്പേ അത് ടി ഈക്വൽസ് K1 T1 പ്ലസ് K2 T2 ബൈ K1 പ്ലസ് K2 എന്നത്. ഇപ്പോൾ തീറ്റ നൊട്ടേഷൻ ഉപയോഗിക്കുമ്പോൾ θj ഈക്വൽസ് K1 θ1 പ്ലസ് K2 θ2 ബൈ K1 പ്ലസ് K2. ഇവിടെ K1 ഈക്വൽസ് 2K2 തന്നിട്ടുണ്ട്. ഒന്നിൻ്റെ കണ്ടക്ടിവിറ്റി മറ്റേതിൻ്റെ ട്വൈസ് ആണെന്ന് പറയുന്നുണ്ട്. θ1 തീറ്റ എന്ന് തന്നിട്ടുണ്ട്. θ2 ഈസ് 0. സോ തീറ്റ ഓഫ് ദി ജോയിൻറ്റ് ഈക്വൽസ് K1 എന്ന് പറയുമ്പോൾ 2K2 ഇൻറ്റു θ1 ഈസ് തീറ്റ പ്ലസ് K2 ഇൻറ്റു 0 ബൈ K1 പ്ലസ് K2 2K2 പ്ലസ് K2. You get either 2K2 theta by 3K2 or 2 theta by 3. That is the answer. So choice is B. Thank you.